ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഇന്ന് പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് പോകുമ്പോൾ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ടെലിഗ്രാം ബാൻ ലിഫ്റ്റ് ആയിട്ടുണ്ട്. മോസ്റ്റ്ലി നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ ടെലിഗ്രാമിൽ നമ്മുടെ ചാനലിലൊക്കെ വരികയാണെങ്കിൽ ടെലിഗ്രാം ബാൻ ലിഫ്റ്റ് ആയിട്ടുണ്ടെന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അതുകൊണ്ട് തന്നെ ഇന്ന് മോർണിംഗ് തൊട്ട് തന്നെ നമ്മുടെ ചാനൽ ആക്റ്റീവായിട്ട് മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. ആൻഡ് ഒരു നെസസിറ്റി, അതായത് ഒരു ആവശ്യം വന്നാൽ നമുക്ക് വാട്സാപ്പിലോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യകത വന്നാൽ ഭാവിയിൽ അത് ചെയ്യാനായിട്ട് നമ്മുടെ ചാനൽ ഇവിടെ, അതായത് വാട്സാപ്പ് ചാനൽ ഞാൻ ലൈവായിട്ട് നിലനിർത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം ടെലിഗ്രാമിൽ വരുന്ന എല്ലാ അപ്ഡേറ്റ്സും വാട്സാപ്പിൽ ഇടത്തില്ല, പക്ഷേ വാട്സാപ്പിൽ കഴിയുന്ന പോലെയൊക്കെ അപ്ഡേറ്റുകൾ ചെയ്യാനും ഞാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പം ടെലിഗ്രാം ബാൻ ലിഫ്റ്റ് ആയ വിവരം എല്ലാവരെയും ഞാൻ അറിയിക്കുകയാണ്. അപ്പം വീണ്ടും ലൈവായിട്ട് നമ്മൾ ടെലിഗ്രാമിൽ മുൻപോട്ട് വരാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. ഗ്ലോബൽ മാർക്കറ്റിൽ ടോട്ടലി ഉള്ളൊരു കാര്യങ്ങൾ നോക്കുമ്പോൾ ഡോ ജോൺസിന്റെ ഫ്യൂച്ചർ ലെവൽ 112 പോയിന്റ്സ് അപ്പായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. S&Pയുടെയും നാസ്ഡാക്കിന്റെയും ക്ലോസിംഗ് നോക്കുവാണെങ്കിൽ നെഗറ്റീവിലായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, യൂറോപ്യൻ മാർക്കറ്റ്സ് നോക്കുമ്പോൾ FTSE 74 പോയിന്റ്സ് അപ്സ് ആണ്, CAC 21 പോയിന്റ്സ് ഡൗൺസ് ആണ്, DAX 153 പോയിന്റ്സ് ഡൗൺ അപ്സൈഡ് ആണ്. സോ യൂറോപ്യൻ മാർക്കറ്റ്സ് ഒരു മിക്സഡ് സിഗ്നലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് പ്രധാനപ്പെട്ട ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് നമുക്ക് പോകാം. ഗിഫ്റ്റ് നിഫ്റ്റി നിലവിൽ 50 പോയിന്റ്സ് അപ്സൈഡിലാണ്, 57 പോയിന്റ്സ് അപ്സൈഡിലാണ്. സോ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ഗിഫ്റ്റ് നിഫ്റ്റി സൂചിപ്പിക്കുന്നത്. നിലവിലെ അവസ്ഥയിൽ മാറാം, അല്ലെങ്കിൽ നിലവിലെ അവസ്ഥയിൽ ഒരു ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ സ്മോൾ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ തായ്വാൻ വെയ്റ്റഡും ഹാങ്സങ്ങും സ്ട്രൈറ്റ് ടൈംസും പോസിറ്റീവിൽ ട്രേഡ് ചെയ്യുകയാണ്. ആൻഡ് നിക്കി ഒരു ഫ്ലക്ച്വേറ്റഡ് അവസ്ഥയിലാണ്, നല്ലൊരു മൊമെന്റം കീപ്പ് ചെയ്യുകയാണ് നിക്കി. അപ്പോൾ നമുക്ക് നോക്കാം എന്തായിരിക്കും ഏഷ്യൻ മാർക്കറ്റ്സിന്റെ തുടർ ചലനങ്ങളെന്ന് നമുക്ക് നോക്കാം. അപ്പം ഗിഫ്റ്റ് നിഫ്റ്റി നിലവിൽ 50 പോയിന്റ്സ് തന്നെ കീപ്പ് അപ്പ് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ മേ ബി നമുക്കൊരു പോസിറ്റീവ് ഓപ്പണിംഗിലേക്ക് സാധ്യത നമുക്ക് കാണാം. അപ്പോൾ നിഫ്റ്റിയുടെ ഒരു ഇൻട്രാഡേ ചാർട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നിങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ വരച്ച ലെവൽസിന്റെ അടുത്ത് വെച്ച് തന്നെ മാർക്കറ്റ് റിജക്ഷനിലേക്ക് എത്തുകയാണ് ഉണ്ടായത് അല്ലേ. അപ്പോൾ എന്തായിരിക്കും ഇനിയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ലെവൽസ് ഇതുപോലെ കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഈ ഒരു റേഞ്ച് 24,192 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ 24,192 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്കൊരു, ഞാൻ പറയില്ല അങ്ങോട്ട് എന്താ പറയുക, ബാക്ക് ടു ബാക്ക് സപ്ലൈ സോൺസ് ആണ് നിലവിലുള്ളത് നിഫ്റ്റിയിൽ. അപ്പോൾ നിഫ്റ്റി ഈ ഒരു റേഞ്ചസ് ബ്രേക്ക് ചെയ്താൽ എനിക്കൊരു മൊമെന്റം കീപ്പ് ചെയ്ത് മാർക്കറ്റ് പോവുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഒരു ബുൾ സൈഡിലേക്ക് പോകത്തുള്ളൂ. അല്ലാത്ത പക്ഷം കുറച്ചും കൂടെ ഒരു നെഗറ്റീവ് സൈഡിലേക്ക് വരാനാണ് ഞാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ആൻഡ് ഈ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് വീണ്ടും റീടെസ്റ്റിന് വരാനുള്ള പോസിബിലിറ്റിയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്നലത്തെ പറഞ്ഞ അതേ കാര്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മൊമെന്റം കീപ്പ് ചെയ്ത് മാർക്കറ്റ് അപ്സൈഡ് പോകുന്നുണ്ടോ എന്നുള്ളതാണ് എനിക്ക് ഫസ്റ്റ് അറിയേണ്ടത്. കാര്യം ഈ ബാക്ക് ടു ബാക്ക് സപ്ലൈസ് കൺറ്റസ്റ്റഡ് സോൺസിൽ നിന്നും മാർക്കറ്റ് അപ്സൈഡ് പോകുന്നുണ്ടോ എന്ന് അറിഞ്ഞാൽ ശേഷം മാത്രമേ ഞാനൊരു ബുള്ളി സെറ്റപ്പിലേക്ക് ടോട്ടലി നിഫ്റ്റിയിൽ ഞാൻ പോകത്തുള്ളൂ. ഓക്കെ, ഞാൻ 24,190, 24,240, 24,290 റേഞ്ചസ്, 24,350 റേഞ്ച്. അപ്പോൾ ഇങ്ങനെ ഞാൻ കുറച്ച് ലൈൻസ് ഞാൻ വരച്ചിട്ടത് എനിക്ക് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസസ് അടുത്തടുത്തുണ്ടെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ റേഞ്ചസ് എല്ലാം ഞാൻ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് ഞാൻ കണക്കാക്കുന്ന സോൺസിലൊന്ന് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സോൺ കണക്കാക്കാം. 24,000 എന്ന് പറയുന്ന ഈ ഒരു റേഞ്ച് ഉണ്ടല്ലോ, മാർക്കറ്റിന്റെ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടായിട്ട് ഇവിടെ ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഒരു പുഷ് ബാക്ക് കിട്ടുകയാണെങ്കിൽ ഈ ഒരു ഏരിയ മാർക്കറ്റിന്റെ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇവിടെ ബയേഴ്സിന് ഇത്തിരി സ്ട്രെങ്ത് കാണിക്കാവുന്ന സോൺസ് തന്നെയാണ് ഇതെല്ലാം. ഓക്കെ, ഇപ്പൊ നിഫ്റ്റിയിൽ നമുക്ക് ഇന്നത്തെ ദിവസം ഒന്ന് വാച്ച് ചെയ്യാം ഈ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ടോ എന്ന്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ തന്നെ നമ്മൾ പല സ്റ്റോക്സും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഡെയിലി. അപ്പോൾ SW സോളാർ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദീപക് ഫെർട്ടിലൈസേഴ്സ് നിങ്ങൾക്ക് ഓർമ്മ കാണും, നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു പബ്ലിക് ഗ്രൂപ്പിൽ. അപ്പോൾ ദീപക് ഫെർട്ടിലൈസേഴ്സ് അത്യാവശ്യം നല്ല രീതിയിൽ മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒന്ന് അപ്സൈഡ് പോയി, ഒരു പുൾ ബാക്ക് വന്നു, വീണ്ടും അപ്സൈഡ് പോയി, പുൾ ബാക്ക് വന്നു. ബട്ട് ദീപക് ഫെർട്ടിലൈസർ മോസ്റ്റ്ലി 10% മൂവ്മെന്റ് ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കി എൻ്റെ ഫോക്കസിലുള്ള സ്റ്റോക്കുകളും നമുക്ക് നോക്കാം. SW സോളാർ നമ്മൾ ചർച്ച ചെയ്തായിരുന്നു. അപ്പം ആ ഒരു കാര്യം ഞാൻ ഞായറാഴ്ച ഇട്ടിരുന്നു. സോ അതൊരു മൂവ്മെന്റ് കിട്ടുന്നുണ്ട്. സോ എൻ്റെ ഹയർ ഹൈസ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാനിത് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്വാണ്ടിറ്റി ഞാൻ എടുത്തിട്ടുള്ളൂ. ഓക്കെ, ഞാൻ എടുക്കുമ്പോൾ എല്ലാം സേഫ് ക്വാണ്ടിറ്റീസ് ആണ്. ഒരു ലോസ് വന്നാൽ ഓക്കെ ആണെന്ന് തോന്നുന്ന ക്വാണ്ടിറ്റീസ് എടുത്താൽ ഞാൻ ട്രേഡ് ചെയ്യാറുള്ളൂ. അങ്ങനെയാണ് ഞാൻ കീപ്പ് ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൽ നല്ല രീതിയിലുള്ള മൂവ്മെന്റ്സ് പല സ്റ്റോക്സിനും കിട്ടിയിട്ടുണ്ട്. അപ്പം എയ്സ് ഞാൻ സ്റ്റഡി ചെയ്യാനായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എയ്സ് കൺസ്ട്രക്ഷൻസ് പബ്ലിക് ഗ്രൂപ്പിൽ ഞാൻ ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു. 976 റേഞ്ചിലാണ് ഞാൻ ഇട്ടിരുന്നത്. അപ്പം എയ്സിന്റെ മൂവ്മെന്റ്സ് കൂടെ നമുക്കൊന്ന് വാച്ച് ചെയ്യാം. ആക്ഷൻ കൺസ്ട്രക്ഷൻ കമ്പനി എന്ന് പറഞ്ഞ
എക്വിപ്മെന്റ് ലിമിറ്റഡ് കണ്ടില്ലേ 976 റേഞ്ചിൽ നിന്നും 1011 റേഞ്ചിലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1098 വരെ ആയിരിക്കും ഞാൻ എൻ്റെ ടാർഗറ്റ് വെച്ചേക്കുന്നത്. ഇനിയുള്ളത് ഒരു മൈനർ സെല്ലിംഗ് സോൺ ആണ്. അപ്പോൾ ഈ ഒരു ഏരിയ മാർക്കറ്റ് മറികടന്നാൽ ആ ഒരു ഏരിയയിലേക്ക് 1098 പോകുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മാർക്കറ്റ്. നമ്മൾ എന്താ പറയുക, പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ പ്രതീക്ഷിക്കാത്ത പ്രോഫിറ്റ് കിട്ടും. അപ്പം എല്ലാം നമ്മൾ ഹോൾഡ് ചെയ്യാനും പഠിക്കാനും ഒക്കെ ശ്രമിക്കുക. ആൻഡ് മറൈൻ ഇലക്ട്രിക്കൽസ് ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഒരു ഏരിയയിലാണ് വീണ്ടും എൻ്റർ ആയിരിക്കുന്നത്. 233 റേഞ്ചിൽ ഞാൻ ടാർഗറ്റ് വെച്ചേക്കുന്നത് 330 റേഞ്ചാണ്. കുറച്ച് സമാധാനത്തോടെ ഹോൾഡ് ചെയ്യാനാണ് തീരുമാനം. ഈ ഒരു പുൾ ബാക്സ് ഒക്കെ കഴിഞ്ഞ് വരട്ടെ. സ്ട്രക്ചറലി ഞാൻ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മറൈൻ ഇലക്ട്രിക്കൽസ്. അപ്പം ഇതും ഞാൻ പഠിക്കാനായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എല്ലാം മൈനർ ക്വാണ്ടിറ്റീസ് എടുത്താണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. കാര്യം നമുക്ക് എപ്പോഴും ആ ഒരു ഞാനൊരു പ്രതീക്ഷ എനിക്കുണ്ടാവും. കാര്യം മാർക്കറ്റ് എപ്പോൾ വേണമെങ്കിലും ഫോൾ വരാമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക, നമ്മൾ വളരെ പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും കാണാനും പഠിക്കാനൊക്കെ ശ്രമിക്കണം. ആൻഡ് ചെറിയ പുൾ ബാക്സും സ്റ്റോപ്പ് ലോസുകളെല്ലാം മാർക്കറ്റിൻ്റെ ഭാഗമാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ട്രേഡിങ്ങിൽ ആക്റ്റീവ് ആവണം. നമ്മൾ ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ പുതിയത് പഠിക്കാനായിട്ടും ശ്രമിക്കണം. ഓക്കെ, സോ ഇന്റർകൗണ്ട് ഇൻഡസ്ട്രീസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അടുത്ത ടാർഗറ്റ് വെച്ചിരിക്കുന്നത് 475 റേഞ്ചിലാണ് ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇന്ന് ടെലിഗ്രാം ബാൻ ലിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. എന്നെ കൊണ്ട് കഴിയുന്ന പോലെ എല്ലാം ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.